എല്ലാം പിടിച്ചു നിർത്തുന്നതിന് ഒരു പരിധിയുണ്ട്. അത് 2025 ഡിസംബർ 31 വെള്ളാപ്പള്ളി നടേശന് സർവ്വ നിയന്ത്രണവും കയ്യിൽ നിന്ന് പോയി. ഇക്കഴിഞ്ഞ കാലങ്ങളിലെ എല്ലാവിധ അപരമത വിദ്വേഷവും വെള്ളാപ്പള്ളിയിൽ നിന്നും വർദ്ധിത അളവിൽ ചീറ്റിയത് ഈ 2025 തന്നെയാണ്. മലപ്പുറത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി മുസ്ലിം സമുദായത്തെ വിമർശിച്ച് കേരളത്തിന്റെ നവോത്ഥാന നായകനായി തുടരുന്നതിനിടെയാണ് കാര്യകാരണ സഹിത മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചത്. പിന്നെ എല്ലാം കയ്യിൽ നിന്ന് പോയി. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നൊക്കെ പാടെ മറന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ. ഇനി സംഭവിച്ചത് എന്താണെന്നല്ലേ? വെള്ളാപ്പള്ളി വർഗീയവാദിയാണോ എന്ന ചോദ്യത്തിന് അല്ല എന്നായിരുന്നു മറുപടി. മലപ്പുറത്തെക്കുറിച്ച് താൻ പറഞ്ഞത് ശരിയാണെന്ന നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. ഇതിനിടെ മലപ്പുറം വിവാദത്തിലെ ചോദ്യങ്ങൾക്ക് മുന്നിൽ വെള്ളാപ്പള്ളി ക്ഷുഭിതനായി. മലപ്പുറം അടക്കമുള്ള മലബാറിലെ 3 ജില്ലകളിൽ SNDPക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ കഴിയുന്നില്ലെന്ന് ആവർത്തിച്ച വെള്ളാപ്പള്ളിയോട് സ്ഥലമില്ലേ എന്ന ചോദ്യമുയർന്നു. സ്ഥലമുണ്ടെന്നും എന്നാൽ അനുമതി തന്നില്ല എന്നുമായിരുന്നു മറുപടി. അനുമതി ആരാണ് തരേണ്ടത്? 9 വർഷമായി പിണറായി അല്ലേ ഭരിക്കുന്നത് എന്ന ചോദ്യത്തിലാണ് വെള്ളാപ്പള്ളിക്ക് പിടിവിട്ടുപോയത്. ചോദ്യമുന്നയിച്ച മാധ്യമപ്രവർത്തകരോട് നീ കുറെ നാളായി ഇത് തുടങ്ങിയിട്ട് എന്ന മറുപടിയോടെ ചാനൽ മൈക്ക് തട്ടിത്തെറിപ്പിക്കാൻ ശ്രമിച്ചു. ശേഷം മുന്നോട്ട് നീങ്ങിയ വെള്ളാപ്പള്ളിയോട് വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിച്ചതോടെ അനുയായികളുടെ വലയത്തിൽ കാറിൽ കയറി തട്ടിത്തപ്പി. ഇതിനിടെ വെള്ളാപ്പള്ളി നടേശനുമായുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബന്ധം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുണ്ടെന്ന CPI യോഗത്തിലെ വിമർശനം മാധ്യമപ്രവർത്തകർ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ചതിയൻ ചന്തുമാരാണ് CPI എന്നും 10 വർഷം കൂടെ നിന്ന് എല്ലാം നേടിയിട്ട് ഇപ്പോൾ സർക്കാരിനെ തള്ളിപ്പറയുകയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ഇതിന് ചുട്ട മറുപടി വന്നു കഴിഞ്ഞു. വെള്ളാപ്പള്ളിയല്ല LDF എന്നും ചതിയൻ ചന്തു എന്ന പേരും തൊപ്പിയും 1000 വട്ടം ചേരുക ആ തലക്കാണെന്നും ബിനോയ് വിശ്വം. നാക്കിൽ നിന്ന് ആ പേര് വീണെങ്കിൽ, ചതിയൻ ചന്തു എന്ന പേര് വീണെങ്കിൽ, ആ തൊപ്പി 1000 വട്ടം വിളങ്ങും ആ തലയ്ക്ക്. മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി കയറിയതുമായി ബന്ധപ്പെട്ട ചോദ്യമുയർന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടാൽ ഞാൻ ചിരിക്കും, ചിലപ്പോൾ കൈ കൊടുക്കും, പക്ഷേ കാറിൽ കയറ്റില്ല എന്ന് ബിനോയ് വിശ്വം. ഒന്നിച്ചുള്ള കാർ യാത്രയടക്കം മുഖ്യമന്ത്രി പരസ്യമായി ന്യായീകരിക്കുമ്പോഴാണ് CPIയുടെ ഈ വിയോജിപ്പും വിമർശനവും എന്ന് മറക്കരുത്. LDFിലെ പാർട്ടികൾക്ക് മാർക്കിടാനുള്ള ചുമതലയൊന്നും ആരും വെള്ളാപ്പള്ളി ഏൽപ്പിച്ചിട്ടില്ല, ഇനി ഏൽപ്പിക്കാനും പോകുന്നില്ലെന്ന് ബിനോയ് വിശ്വം. ഇനി കേൾക്കേണ്ടത് മലപ്പുറത്തെക്കുറിച്ച് നേരത്തെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വാക്കുകളാണ്. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുൻപിൽ നിൽക്കവെയായിരുന്നു നാളിതുവരെ കേൾക്കാത്ത തരത്തിൽ വെള്ളാപ്പള്ളി മലപ്പുറത്തിനെതിരെ തിരിഞ്ഞത്. മലപ്പുറത്ത് സ്വതന്ത്രമായ വായു ശ്വസിച്ചും സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. മലപ്പുറം പ്രത്യേകതരം രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണെന്നും വെള്ളാപ്പള്ളി അന്ന് പറഞ്ഞു. ഈ വെള്ളാപ്പള്ളി ഇപ്പോഴും നാവിൽ സരസ്വതി വിളയാടുന്ന മഹാത്മാവായി ഇടത് സർക്കാരിന്റെ നവോത്ഥാന സമിതി ചെയർമാനായി തുടരുന്നത് എന്തുകൊണ്ട്?